ഇന്നത്തെ ഈ വീഡിയോയിൽ 2026 നിങ്ങൾ ചേരേണ്ടതും ചേരരുതാത്തതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മുടെ ഈ റുപ്പിമംഗ് യൂട്യൂബ് ചാനൽ 7 വർഷത്തോളമായിട്ട് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ്. 1500-ലധികം വീഡിയോകൾ ഉണ്ട് ഈ ചാനലിൽ. ഈ 1500-ലധികം വീഡിയോകളിൽ 500-ലധികം വീഡിയോകളും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുള്ള വിവരണങ്ങളാണ്. ഇത്രയും അധികം വീഡിയോകൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 വരുന്ന മിക്കവാറും ചോദ്യങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ്. മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഏത് മ്യൂച്വൽ ഫണ്ടുകളാണ് നല്ലത്, ഏത് മ്യൂച്വൽ ഫണ്ടുകൾ ചേരാൻ പാടില്ല, മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ള ധാരാളം ചോദ്യങ്ങളാണ് ദിവസേന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ 2026 നിങ്ങൾ ചേരേണ്ടതും ചേരരുതാത്തതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൂടാതെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ചേരുന്നത് എങ്ങനെയാണെന്ന് വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഈ വീഡിയോയുടെ ആദ്യത്തെ സെഗ്മെന്റിൽ പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മൾ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ ചേരാൻ പാടില്ല എന്നുള്ളതാണ്. 2026 ചേരേണ്ട മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് അവസാനം നമ്മൾ പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ചേരുന്നത് വളരെ എളുപ്പമുള്ള മാർഗമാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ചേരുന്നതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ KYC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ KYC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും നമ്മൾക്ക് ഒറ്റത്തവണയായോ ഓരോ മാസത്തവണകളോ അല്ലെങ്കിൽ ആഴ്ചത്തവണകളോ ആയിട്ട് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ആഴ്ചത്തവണകളോ അല്ലെങ്കിൽ മാസത്തവണകളോ ഒക്കെ ആയിട്ട് നിക്ഷേപിക്കുന്ന രീതിനെ പറയുന്നതാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഒറ്റത്തവണയായിട്ടുള്ള നിക്ഷേപത്തിന് നമ്മൾ പറയാറുള്ള പേര് ലംസം എന്നാണ്. അത് നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പുതിയൊരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധാരണ ഇന്ത്യക്കാരൻ ആണ്, ആദ്യമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ ബാങ്കിങ് ഉള്ള ഒരു അക്കൗണ്ടും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചോ അല്ലാതെയോ ഗ്രോ ആപ്പോ MS സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങളുടെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. ഈ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് മിക്കവാറും ആദ്യമേ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, അതുപോലെ ആധാർ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റുള്ള വിവരങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഒരു സെൽഫി എടുക്കും, അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ആധാർ OTP വെരിഫിക്കേഷൻ നടത്തുകയും അങ്ങനെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യുക. 2 ദിവസത്തിനൊക്കെ ശേഷം ഈ KYC അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ലംസമായിട്ടോ SIP ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സാധാരണ ഇന്ത്യക്കാരുടെ പ്രൊസീജിയറാണ്. വിദേശ ഇന്ത്യക്കാർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ, വിദേശ ഇന്ത്യക്കാര് അവർ വിദേശത്ത് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു അഡ്രസ് പ്രൂഫ് വേണം. അടുത്തായിട്ട് വേണ്ടത് അവരുടെ ഒരു വിദേശ രാജ്യത്തെ ID കാർഡ് വേണം, അതുപോലെ പാസ്പോർട്ടിന്റെ കോപ്പി വേണം, മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ അഡ്രസ്സുമാണ്. ഇത്രയും കാര്യങ്ങളാണ് വിദേശ ഇന്ത്യക്കാർക്ക് വേണ്ടത്. വിദേശ ഇന്ത്യക്കാരുടെ KYC പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ഡിഫറൻറ്റുമാണ്. ആ KYC പ്രോസസ്സ് വിദേശ ഇന്ത്യക്കാരായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാം. ആദ്യമേ ഏത് മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ ചെയ്യരുത് എന്നുള്ളത് ആദ്യമേ പറഞ്ഞുതരാം. മ്യൂച്വൽ ഫണ്ടുകൾ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ 3 കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ പരമാവധി നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. ഒന്നാമത്തേത് സെക്ടർ ഫണ്ടാണ്. സെക്ടർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം സ്റ്റോക്കുകൾ മാത്രം നിക്ഷേപിക്കുന്നതിനെയാണ് സെക്ടർ ഫണ്ട് എന്ന് പറയുക. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ മാത്രം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനികളിലെ അതിന്റെ സ്റ്റോക്കുകൾ മാത്രം മേടിക്കുന്ന ഒരു ഫണ്ടാണ്. അത്തരം ഫണ്ടുകളിൽ നിക്ഷേപിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സെക്ടറിന് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസയ്ക്ക് വളരെ വലിയ ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ സെക്ടർ ഫണ്ടുകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തേത് തീമാറ്റിക് ഫണ്ടുകളാണ്. തീമാറ്റിക് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് സെക്ടറുകളുടെ ഒരു കോമ്പിനേഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ ഒരു തീമാണ്. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള തീമിൽ വരുന്നത് ഈ സോളാർ പാനലുകൾ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാവും, വിൻഡ് എനർജി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാവും, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവും, ബാറ്ററികൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള
സ്റ്റോക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഈ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുക. അത്തരം ഫണ്ടുകളും തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ തരത്തിലുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ ബേസ്ഡ് ഫണ്ടുകളാണ്. ഫാക്ടർ ബേസ്ഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കുകളുടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിന്റെ തോത് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഫാക്ടറുകളാണ്. അത്തരം ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ നിഫ്റ്റി 50 മൊമെന്റം ഫണ്ട്, നിഫ്റ്റി 500 മൊമെന്റം 50 ഫണ്ട്. അപ്പൊ ഇതുപോലുള്ള ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ എടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു ഫണ്ടുകളാണ്. അതിൽ നിന്ന് എന്ത് തരത്തിലുള്ള റിട്ടേൺ കിട്ടും എന്നുള്ളത് ആർക്കും അങ്ങനെ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ അത്തരം ഫാക്ടർ ബേസ്ഡ് ഫണ്ടുകൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2026 നിങ്ങൾക്ക് ചേരാൻ സാധിക്കുന്ന പുതിയൊരാൾ എന്നുള്ള നിലയ്ക്ക് ചേരാൻ സാധിക്കുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്, നിങ്ങളൊരു തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു രീതി. ഹൈ റിസ്ക് ആയിട്ടുള്ള ഫണ്ടുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ലോ റിസ്ക് ഉള്ള ഫണ്ടുകളിലേക്ക് നമ്മുടെ ഫോക്കസ് പതിയുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക കാറ്റഗറിയാണ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലും ഒരു പ്രത്യേക അനുപാതത്തിൽ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉയരും, സ്റ്റോക്ക് മാർക്കറ്റ് താഴുമ്പോൾ ആ ഒരു നിരക്കിനനുസരിച്ച് താഴാതെ സ്റ്റേബിൾ ആയിട്ട് പോകുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, ICICI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, എയ്ഡൽവൈസ് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ. ഈ ഫണ്ടുകൾ ഞാൻ ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് വേണം നിങ്ങൾ ഫണ്ടുകൾ ചൂസ് ചെയ്യാനുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരു ഫണ്ട് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ തരത്തിലുള്ള ഫണ്ടുകൾ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ, ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതായത് നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ, അല്ലെങ്കിൽ സെൻസെക്സ് 30 ആയിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകൾ. ഈ ഫണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 30 കമ്പനികളിലൊക്കെ നമ്മൾ ഇടുന്ന പൈസ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ്. അത്തരം ഫണ്ടുകൾ നിക്ഷേപിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സ്റ്റോക്കുകൾ പരമാവധി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സ്റ്റോക്കുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നഷ്ടസാധ്യത താരതമ്യേന കുറവാണ് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ UTA നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്, അതുപോലെ HDFC BSE സെൻസെക്സ് ഫണ്ട്, ഇത്രയും ഫണ്ടുകളൊക്കെ ഈ ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ടുകളിൽ പെട്ടതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷൻ ആണ്. മൂന്നാം തരത്തിലുള്ള ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളാണ്. 2025-24 കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ. 2026 മികച്ച റിട്ടേൺ തരാൻ സാധ്യതയുള്ളതാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ ഉള്ളതും പുറമേ ഉള്ളതുമായിട്ടുള്ള പലതരം കമ്പനികളുടെ മിക്സ് ആയിട്ട് നിക്ഷേപിക്കുന്നതാണ്. അതായത് അതിൽ വലിയ കമ്പനികൾ ഉണ്ടാവും, ഇടത്തരം കമ്പനികൾ ഉണ്ടാവും, ചെറിയ കമ്പനികൾ ഉണ്ടാവും. അതായത് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പുമായിട്ടുള്ള കമ്പനികളുടെ ഒരു കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്നുള്ളതൊക്കെയാണ്. ഇത് വീണ്ടും പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനി നിങ്ങൾ ഒരൊറ്റ ഫണ്ടിൽ മാത്രമായിട്ട് നിക്ഷേപിക്കുന്നത് ചിലപ്പോൾ അത്ര നന്നായിരിക്കില്ല. 2, 3, 4 ഫണ്ടുകളിൽ മാക്സിമം നിക്ഷേപിക്കുക എന്നുള്ള രീതിയായിരിക്കും നന്നാവുക. ഇതിൽ ഒറ്റ തവണയായിട്ട് വലിയൊരു എമൗണ്ട് ഇടുന്നത് നന്നായിരിക്കില്ല. നിങ്ങൾ നിക്ഷേപിക്കാനുള്ള തുക പല സെഗ്മെന്റുകളാക്കിയിട്ട്, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ 2 ഡിഫറെന്റ് ഫണ്ടുകളിലായിട്ട് ഓരോ ലക്ഷം രൂപ 5 പ്രാവശ്യമായിട്ട് നിക്ഷേപിക്കുക എന്നുള്ള രീതി പരിഗണിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശമ്പള വരുമാനക്കാരനാണ്, നിങ്ങൾ അതിൽ നിന്ന് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SIP രീതിയിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറുകൾ. ഇനി നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളിൽ തന്നെയാണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും നിങ്ങളുടെ ഗോളുകൾക്കും അനുസരിച്ച് വാരി ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും ഗോളുകൾക്കും അനുസരിച്ച് എന്തിൽ നിക്ഷേപിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് റുപ്പി മങ്ക് സർവീസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. 8848030018 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്.